നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോയമ്പത്തൂരിൽ വെച്ച് മലയാളികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഈ കേസിൽ കുന്നത്തുനാട് പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആക്രമണത്തിന് ഇരയായ യുവാക്കൾ. പോലീസ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപം. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആലുവ റൂറൽ എസ്പി നിർദ്ദേശം നൽകി. യുവാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസമാണ് ഈ യുവാക്കൾക്ക് നേരെ കോയമ്പത്തൂരിൽ വെച്ച്, മലയാളികളായ യുവാക്കൾക്ക് നേരെ കോയമ്പത്തൂരിൽ വെച്ച് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു, പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആള് മാറിയുള്ള ആക്രമണമാണെന്ന് ഈ പ്രതികളിൽ നിന്ന് മൊഴികളൊക്കെ ലഭിച്ചു. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കുന്നത്തുനാട് പോലീസിനെതിരെ പരാതിയുമായി മലയാളികളായ യുവാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്? നവമി, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ യുവാക്കൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഈ സമയം തന്റെ മാതാപിതാക്കളോട് ഈ ദൃശ്യങ്ങളടക്കം കാണിക്കുകയും ചെയ്തു. ഇതിന്റെ ഒരു ഗൗരവം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഈ യുവാക്കൾ രക്ഷപ്പെട്ടത്. അവരുടെ ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ്, ഈ വണ്ടി ഓടിച്ച ഡ്രൈവർ അസ്ലം സിദ്ദിഖിന്റെ ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത്ര വലിയൊരു അപകടത്തിൽ നിന്നും ഈ 4 യുവാക്കളും രക്ഷപ്പെട്ടത്. ഇതിനോട് തന്നെ ഇവർക്ക് ആദ്യം മനസ്സിലായില്ല ഇത് എന്താണ് സംഭവിച്ചത്, ആരാണ് തങ്ങളെ ആക്രമിക്കാനായി ഇങ്ങനെ പിന്തുടർന്നതെന്ന് യുവാക്കൾക്ക് മനസ്സിലായില്ല. തുടർന്ന് മാതാപിതാക്കളോട് ഇക്കാര്യം സൂചിപ്പിച്ചു. മാതാപിതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നാട്ടിലെത്തിയതിനു ശേഷം ഇവരുടെ സ്വദേശം പട്ടിമുറ്റമാണ് സ്വദേശം. അതുകൊണ്ട് തന്നെ കുന്നത്തുനാട് പോലീസിനെ ഈ വിവരം അറിയിക്കാനായി ഇവർ എത്തിയത്. തങ്ങൾക്ക് ജീവന് ഭയപ്പാടുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പേടിയുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് പരാതിയുണ്ട്, ഈ പരാതിമേൽ അന്വേഷണം വേണം. അതോടൊപ്പം തങ്ങളുടെ ഈ വാഹനം തമിഴ്നാട്ടിൽ തന്നെയാണ്, തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ വാഹനം എടുക്കാൻ പോകുന്നതിനൊക്കെ ഭയപ്പാടുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ 4 യുവാക്കളും കുന്നത്തുനാട് പോലീസിനെ സമീപിച്ചത്. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശകരമായിട്ടുള്ള പെരുമാറ്റമാണ് ഇവർക്ക് ലഭിച്ചത്. പോലീസ് പറയുന്നത് ഇത് തമിഴ്നാട് കേസാണ്, ഇത് തങ്ങൾക്ക് ഇതിൽ ഇടപെടാനൊന്നും കഴിയില്ല, അതോടൊപ്പം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒന്നും തരാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമാണ്. അതോടൊപ്പം ഈ പരാതി എന്താണെന്നോ യുവാക്കളുടെ ഈ വിഷ്വൽ അടക്കം കാണാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അത് ഈ യുവാക്കളെ സംബന്ധിച്ച് വളരെ മാനസിക വിഷമം ഉണ്ടാക്കിയ സംഭവം കൂടിയാണ്. ഇത്രയും വലിയ സംഭവം നടന്നിട്ടും തങ്ങളുടെ പരാതി കേൾക്കുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുവാനോ അത് കേൾക്കാൻ പോലും കുന്നത്തുനാട് പോലീസ് തയ്യാറായില്ല എന്ന് ഇന്നലെ യുവാക്കൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് ഈ സംഭവത്തിൽ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത്, കുന്നത്തുനാട് പോലീസ് എന്തുകൊണ്ടാണ് യുവാക്കളുടെ പരാതി സ്വീകരിക്കാത്തത് എന്നതിലെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ യുവാക്കളുടെ പരാതി സ്വീകരിക്കുന്നതിൽ വിസമ്മതം കാണിച്ചുവെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് ആലുവ എസ്പിയുടെ നിർദ്ദേശം. കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ ആ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും, പുലർച്ചെയാണ്, മറ്റ് ദേശീയപാത ആണെങ്കിൽ കൂടിയും അവിടെ ഒരു വലിയ തിരക്കൊന്നുമില്ല.
അതിനിടയിലാണ് മുഖംമൂടി ധരിച്ച 15 പേർ ഈ യുവാക്കൾക്ക് നേരെ അതിക്രമം നടത്തുന്നത്. പിന്നീട് ഉച്ചയോടുകൂടി 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പാലക്കാട് സ്വദേശികളാണ്, മലയാളികളാണെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ ഇത് വലിയൊരു ആക്രമണം ഉണ്ടായത്, ഏത് വിധത്തിലാണ് തങ്ങളെ ഇവർ ഇത്തരത്തിൽ ആക്രമിക്കാൻ വന്നതെന്നും ഈ യുവാക്കൾക്ക്, ഈ പട്ടിമറ്റം സ്വദേശികളായ യുവാക്കൾക്ക് മനസ്സിലായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് കുന്നത്തുനാട് പോലീസിന് പരാതി നൽകാൻ ഇവർ തീരുമാനിച്ചത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അവഗണനയാണ് ഈ യുവാക്കൾക്ക് വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതിനെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കുന്നത്തുനാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നവമി, ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇവർ സമർപ്പിച്ചിട്ടും കാണിച്ചു ഇത്തരം ക്രൂരമായ ആക്രമണം ഉണ്ടായി എന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് കുന്നത്തുനാട് പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാതിരുന്നത്? യാതൊരു വിധത്തിലുള്ള നിയമസഹായം പോലും ഇവർക്ക് ഉണ്ടായില്ല. അതല്ലെങ്കിൽ കോയമ്പത്തൂർ പോലീസിനെ ബന്ധപ്പെടാൻ പോലും, ഇവർക്ക് അത്തരമൊരു പിന്തുണ നൽകാൻ പോലും കുന്നത്തുനാട് പോലീസ് തയ്യാറായില്ലെന്നാണോ പറയുന്നത്? ഈ വിഷയത്തിൽ ഈ പോലീസിന്റെ വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ഈ ദൃശ്യങ്ങൾ കാണാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നാണ് യുവാക്കൾ പറയുന്നത്. തങ്ങൾ ഇത്രയും വലിയൊരു സംഭവം, തങ്ങൾ കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂർ വഴി വരുന്ന ഇടയ്ക്കാണ് തങ്ങൾക്ക് നേരെ വലിയ അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അത് കേൾക്കാൻ കൂടി തയ്യാറായില്ല. തങ്ങളുടെ കയ്യിൽ ദൃശ്യങ്ങൾ അടക്കമുണ്ട്, അത് തമിഴ്നാട് പോലീസിന് കൈമാറിയിട്ടുണ്ട്, അവർ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമെല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും കേരള പോലീസ് ഇത് മുഖവിലയ്ക്ക് എടുത്തില്ല. യുവാക്കളുടെ കയ്യിലുള്ള ദൃശ്യം കാണാൻ പോലും അവർ തയ്യാറായിട്ടില്ല. എന്താണ് ഇവരുടെ ആവശ്യമെന്ന് പോലും കേൾക്കാൻ കുന്നത്തുനാട് പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് യുവാക്കൾ പറയുന്നത്. എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കുന്നത്തുനാട് പോലീസിനെ സമീപിച്ചുവെങ്കിൽ അവർ ഇതിൽ കൃത്യമായി മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് മാത്രമുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. ചിലപ്പോൾ ഇത് തമിഴ്നാട്ടിലുള്ള കേസാണെന്ന് കരുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ യുവാക്കളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു പ്രതികരണമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും പോലീസ് കേസെടുക്കാഞ്ഞത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് യുവാക്കൾ ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നും തിരിച്ചെത്തുമ്പോൾ അവരുടെ ജീവനിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ കടമ കൂടിയാണ്. അതും ഇത്രയേറെ തെളിവുകളുമായി യുവാക്കൾ വരുമ്പോൾ കൂടിയും പോലീസ് അത് ഗൗരവത്തിലെടുക്കാത്തത് വലിയൊരു അലംഭാവം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുന്നതാണ്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോൾ ഈ ഇരകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന, അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുന്ന രീതികളൊക്കെ നമ്മൾ ഇതിനു മുൻപും വാർത്തയാക്കിയിട്ടുള്ളതാണ്. അത്തരം ഒരു നടപടി തന്നെയാണ് കുന്നത്തുനാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ യുവാക്കൾക്കും നേരിട്ടത്. യുവാക്കളുടെ പരാതി എന്താണെന്നോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ദൃശ്യം എന്താണെന്ന് പരിശോധിക്കാൻ നവമി സൂചിപ്പിച്ചതുപോലെ നീതി തേടിയാണ് സാധാരണക്കാരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പക്ഷേ പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാകാം, മോശമായി പെരുമാറുന്ന സാഹചര്യം, ആക്ഷേപിക്കുന്ന സാഹചര്യം, വളരെ പുച്ഛത്തോടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ജനങ്ങളോട് പെരുമാറുന്ന സാഹചര്യങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ആക്ഷേപങ്ങൾ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആലുവ റൂറൽ എസ്.പി ഈ വിഷയത്തെ കാണുന്നത്? ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് ഏത് രീതിയിലുള്ള നടപടി ആയിരിക്കാം പോലീസിന്റെ ഉന്നത തലത്തിൽ ഒരു നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നത്? ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അതിന്റെ ഒരു ഭീകരത എത്രമാത്രമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ആലുവ റൂറൽ എസ്.പി ഇതിനുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ യുവാക്കളുടെ പരാതി സ്വീകരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആലുവ റൂറൽ എസ്.പി വ്യക്തമാക്കുന്നത്. അതിനായി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സാരുവിനോട് റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് യുവാക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരോട് അപമര്യാദയായി പെരുമാറിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരുടെ പരാതി സ്വീകരിക്കാത്തത് എന്നതിൽ കൃത്യമായിട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആലുവ റൂറൽ എസ്.പി വൈഭവ് സക്സേന വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ യുവാക്കളുടെ പരാതി സ്വീകരിക്കുവാനും അവർക്ക് വേണ്ട സഹായം നൽകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയാണ് അവർക്ക് അവരുടെ കാറ് വീണ്ടെടുക്കാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് തിരിച്ചു
പോകേണ്ടത്. അവിടെ പോകുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാട് ആ യുവാക്കൾക്കുണ്ട്. അങ്ങനെ ഒരു ഭയപ്പാട് ഒഴിവാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും ആലുവ റൂറൽ എസ് പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ 4 പേരും പാലക്കാട് സ്വദേശികളാണ്, മലയാളികളാണെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിൽ ഒരാൾ വിഷ്ണു, അയാൾ ഒരു സൈനികൻ കൂടിയാണ്. ഏപ്രിൽ മാസത്തിൽ വെക്കേഷന് നാട്ടിലെത്തിയതിനു ശേഷം പിന്നീട് തിരിച്ചു പോയിട്ടില്ല. അതിനിടയിലാണ് ഈ ഒരു പ്രവൃത്തിയുമായി രംഗത്തെത്തുന്നത്. പക്ഷേ ഈ 4 യുവാക്കൾക്കും മറ്റ് ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ പാലക്കാട് പോലീസിന്റെ റെക്കോർഡിലില്ല, ക്രൈം റെക്കോർഡിലില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെന്ന് കൂടി പോലീസിന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഈ 4 പേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവർ ഉപയോഗിച്ച വാഹനം മലമ്പുഴയിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒപ്പം 15 പേര്, ഈ യുവാക്കളുടെ മൊഴി അനുസരിച്ചും ആ CCTV ദൃശ്യങ്ങൾ അനുസരിച്ചും 15 പേരാണ് ഈ കൃത്യത്തിൽ പങ്കെടുത്തത്. അതിൽ 3 പേര് ആരൊക്കെയാണെന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ പേരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെയും കൂടി എത്രയും വേഗം പിടികൂടുമെന്നാണ് കോയമ്പത്തൂർ പോലീസ് വ്യക്തമാക്കുന്നത്. വിവരമുണ്ട്. അവരെ കുറിച്ച് പോലീസ് എന്തെങ്കിലും സൂചനയുണ്ടോ നവമി? അതോടൊപ്പം അറിയേണ്ടത്, ഇവർ ആള് മാറിയാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. ഇവരുടെ ലക്ഷ്യം പണമായിരുന്നോ? ഈ പണം ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമായിരുന്നോ ഇതിന് പിന്നിൽ? ഈ 4 പേര് ഇപ്പൊ പിടികൂടിയിരിക്കുന്ന പാലക്കാട് സ്വദേശികളായ മലയാളികളായ 4 പേർക്ക് മുൻപ് ഇത്തരത്തിലൊരു ക്രൈമുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി. പക്ഷേ ഇവർ പുതിയതായി, അതായത് ആദ്യമായി തന്നെ ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിലേക്ക് പങ്കെടുക്കുന്നു. പക്ഷേ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ, ഈ 4 മൊത്തം 15 പേരാണ്. അതിൽ 4 പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവര് റിമാൻഡിലാണ്. 3 പേരെ ആരൊക്കെയാണെന്ന് പോലീസിന് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. അവർക്ക് സമാനമായ സംഭവം, അവർ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. ദേശീയപാതയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ആക്രമിക്കുകയും യാത്രക്കാരിൽ നിന്നും പണവും സ്വർണവും കവർന്നെടുക്കുന്ന സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ യുവാക്കളെ ആക്രമിക്കാനുള്ള സംഭവം ഈ കള്ളപ്പണമാണെന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാഹനം മാറിയാണ് ഇവരെ ആക്രമിച്ചത്. ഒരു വാഹനം, കേരളത്തിലേക്ക് പോകുന്ന ഒരു വാഹനം, അതിൽ കള്ളപ്പണം ഉണ്ടെന്നുള്ളൊരു വിവരം ഇവർക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവാക്കൾ പോയ വാഹനത്തിൽ വാഹനം മാറിയാണ് ഇവർക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാകാൻ നടത്തിയത്. പക്ഷേ അതിവിദഗ്ധമായി യുവാക്കൾ അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ ആക്രമിച്ച് ആ പണം തട്ടിയെടുക്കാനായിരുന്നു ഈ വന്ന സംഘത്തിന്റെ ഉദ്ദേശം. പക്ഷേ ഈ യുവാക്കൾ അവരെ വെട്ടിച്ച് പോയത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു മാറിയുള്ള ഒരു ആക്രമണമാണ് ഈ യുവാക്കൾക്ക് നേരെ ഉണ്ടായത്. നമുക്ക് മുൻപ് അറിയാം ടോം, ഇത്തരത്തിൽ ദേശീയപാതകളിലൂടെയൊക്കെ വരുമ്പോൾ രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ മുട്ടേറടക്കം ഉണ്ടാകുന്നതും പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നതും യാത്രക്കാരിൽ നിന്നും പണവും സ്വർണവും ഒക്കെ കടത്തുന്നതും കവരുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുൻപും വാർത്ത കേട്ടിട്ടുണ്ട്. അത് സമാനമായ സംഭവം തന്നെയാണ്. പക്ഷെ ഇത്തവണ മാറി സംഭവിച്ചു എന്ന് മാത്രമാണ്. എന്നാലും ഈ യുവാക്കളുടെ പരാതിയിൽ തമിഴ്നാട് പോലീസ് ആ സമയത്ത് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ തന്നെ 4 പേരെ, മലയാളികളായ പാലക്കാട് സ്വദേശികളെ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചു എന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂരിൽ മലയാളികളായ യുവാക്കൾ ആക്രമണത്തിനിരയായ സംഭവത്തിലാണ് കുന്നത്താട് പോലീസിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലുവ റൂറൽ എസ് പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീഴ്ച വരുത്തിയ, അതായത് ഈ യുവാക്കളുടെ പരാതി സ്വീകരിക്കാതിരുന്ന പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന.